ഇന്നൊരു 4000 രൂപ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. എന്തിനാണെന്നല്ലേ? ഒരു ഗിംബൽ വാങ്ങാനാണ്. ഫോർ മൈ വീഡിയോ ക്വാളിറ്റി. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ്ട് ഏതൊരു അത്യാഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഇതൊക്കെ ആയിട്ട് വരും. ഓക്കെ. സോ ഇന്ന് പുതുക്കാടിക്കാണ് പോകേണ്ടത്. ഇനി നേരം വൈകി കഴിഞ്ഞാൽ അപ്പോൾ ബസ് പോകും. നമ്മുടെ ഫ്രണ്ടിൽ ഒരു അപ്പൂപ്പൻ താടി. അങ്ങനെ നമ്മൾ ഗിംബൽ വാങ്ങി. ആളുടെ നിന്നാണ് വാങ്ങിയത്. നമ്മൾ 2 വർഷം മുമ്പല്ലേ ഞാൻ ചേട്ടന് തന്നത്. ആ, അത് കഴിഞ്ഞ് ആള് വീണ്ടും. ഹേയ് ഗൈസ്, അങ്ങനെ ഞാൻ നമ്മുടെ ജിംബലും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, ഒടുക്കത്തെ വെയിലായിരുന്നു. സോ സാധനം എടുത്തു. അങ്ങനെ ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്തേ കോണിപ്പടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഷെയ്ക്കിങ്ങും ഉണ്ടാവില്ല. വെരി സിമ്പിൾ. ഇത് പോർട്രേറ്റ് മോഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെരി സിമ്പിൾ, ഭയങ്കര സ്മൂത്തായിട്ട് ഐറ്റം കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെയാണ് കറൻ്റ്ലി. ഇതാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഗിംബലൊക്കെ വാങ്ങുമ്പോൾ ഈ സാധനം എങ്ങനെ കൊണ്ട് നടക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങി. 705 രൂപ. നമുക്ക് അന്ന് ആമസോണിൽ നിന്ന് കിട്ടിയ ആ ഒരു ആമസോൺ പേ വൗച്ചർ വെച്ചിട്ടാണ് ഞാൻ സാധനം ഓർഡർ ചെയ്തത്. ബട്ട് ആ ഒരു സമയമായപ്പോൾ അത് പെൻഡിങ് ആയി കിടക്കണം. എന്തോ പറ്റി. അപ്പം തന്നെ ഞാൻ GPay അയച്ചു കൊടുത്തു. സാധനം എത്തിയിട്ടുണ്ട്. ആമസോൺ പോയി തനി കൂതറ പാക്കിംഗ് ആയിട്ട് നോക്ക്. ഇതൊക്കെ ഞാൻ പൊട്ടിച്ചത് തന്നെയാണ്. ബട്ട് ഇങ്ങനെയാണ് സാധനം വന്നത്. വാട്ട് എ വേസ്റ്റ് പാക്കിംഗ്. ഇതൊക്കെ ഞാൻ വീണ്ടും കെട്ടിയതാട്ടാ. അമ്മ ഒന്ന് നൈസായിട്ടൊന്ന് അയച്ചായിരുന്നു കടയിൽ വന്ന്. സാധനം ഒരു രക്ഷയിലേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അമ്മോനെ, ദ അഡ്വാൻറ്റേജ് ഈസ് നമുക്കിത് ലോക്ക് ഉണ്ട്. അതാണ് ഈ സാധനം. നമുക്ക് നമ്മുടെ സിബ്സ് ലോക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു സിബ് പോക്കറ്റ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും. മാത്രമല്ല ഐ തിങ്ക് ഉദ്ഘാടനം നോക്കട്ടെ, മേ ബി ഇതുപോലെ ആയിരിക്കും ഇടുക. വലിയ അലമ്പുമില്ല. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് 2 സൈഡും ഇടാം. ഇവിടെ കൊണ്ട് ഇടുന്നൊരു സാധനം, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മറ്റൊരു സാധനം ഇല്ലേ, അതുപോലെയൊക്കെ തന്നെ വേണമെങ്കിൽ കൊണ്ടു നടക്കാം. അങ്ങനെ ഇഷ്ടം പോലെ പോക്കറ്റുള്ള ഒരു സാധനം. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല. കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പേടി അതല്ല, കുറേ കാലം കഴിയുമ്പോൾ ഈ സാധനം, ഈ കോട്ടിങ്ങൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കിയാലേ. നമ്മൾ നടക്കുമ്പോൾ ഏറെക്കുറെ ഇതുപോലെ ആയിരിക്കും സംഗതി ഉണ്ടാവുക. ഓക്കെ. 1 വർഷം മുമ്പ് ഇതുപോലത്തെ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ അലഞ്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിംബൽ. ഞാൻ അത്ര അധികം ആഗ്രഹിച്ച് വാങ്ങിയ ഒരു സാധനമായിരുന്നു അത്. ഞാൻ ആദ്യം വാങ്ങിയത് DJI അല്ല, സിയും Q2. എനിക്ക് പൈസയ്ക്ക് ടൈറ്റ് വന്നപ്പോഴും ഞാൻ ആ സാധനം പതുക്കൊന്ന് കൊടുത്തു. പിന്നെ എനിക്ക് പൈസ ഉണ്ടായ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, അലഞ്ചേട്ടൻ എനിക്ക് ഇത് വളരെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാൻ കൊടുത്തിട്ട് പിന്നീട് ഞാൻ ഇതുപോലത്തെ DJI Osmo 4SE വാങ്ങി. അങ്ങനെ ഞാൻ വളരെ നന്നായിട്ട് അതിങ്ങനെ ഉപയോഗിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫോൺ വാങ്ങേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ പൈസ വന്നപ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കാനുള്ള ടൈമാണ് എനിക്ക് വളരെ വിശ്വസ്തനായ ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞേ, എടാ നീ ആ സാധനം അയക്കി, പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഇട്ടേക്കാം, എന്നിട്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ചാനൽ തുടങ്ങാനല്ലേ, ഉള്ള ചാനൽ ഇത് പോകാനല്ലേ. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് അത്രയും ആഗ്രഹിച്ചു വാങ്ങിയ സാധനം ഞാൻ അയച്ചു കൊടുത്തത്. എന്നിട്ട് ആളെനിക്ക് ആദ്യം ഒരു 2 ഇട്ടു, വീണ്ടും ഒരു 2 ഇട്ടു, പിന്നെ ഒരു അനക്കില്ല. പിന്നെ വീണ്ടും 2 ഇട്ടു, വീണ്ടും അത് തിരിച്ചു വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായെന്നുണ്ടെങ്കിൽ പിന്നീട് ഏകദേശം ഒരു 5-6 മാസമായി ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയാം, എടാ ടൈറ്റാണ്. അപ്പോൾ നമ്മൾ പയ്യനായതുകൊണ്ട് എന്ത് പറഞ്ഞാലും നൈസായിട്ട് ഒഴിവാക്കുക എന്നുള്ളൊരു മൈൻഡാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട്
അവസാനം ഇപ്പോൾ ഒരു 5-6 മാസമായി എൻ്റെ ബാങ്ക് ബാലൻസ് 20 രൂപ, വെറും 20 രൂപയായ സമയത്ത് എനിക്ക് 20 രൂപയായ സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കുന്നില്ല, ബ്ലോക്ക് ആക്കി വെച്ചേക്കാന്നാ തോന്നുന്നത്. നോക്കട്ടെ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്, ദയവായി അല്പസമയത്തിന് ശേഷം. അപ്പോൾ എന്നെ ബ്ലോക്ക് ആക്കി വെച്ചേക്ക. ഇത് ഞാൻ ലൈവിൽ കാണിച്ചു തന്നാണ് കേട്ടോ. എന്നെ അങ്ങ് ബ്ലോക്ക് ആക്കി വെച്ചേക്കാം. അപ്പം ഞാൻ കുറേ വട്ടം വിളിച്ചു, അപ്പോൾ ആൾക്ക് എടുക്കാൻ പറ്റില്ല, മെസ്സേജ് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, അയാൾ പൈസ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വിശദം വളരെ മാന്യമായിട്ട് ഞാൻ അയച്ചു. അങ്ങനെ അത് തീർന്നു. അപ്പോൾ അയാൾ, നിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഇട്ടേക്കാം, ചക്കം വാങ്ങും. പോയി. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്കും പൈസ കടം കൊടുക്കരുത്, ട്രസ്റ്റ് ചെയ്യരുത്. അത് എനിക്ക് വീണ്ടും വീണ്ടും പഠിപ്പിച്ചു തന്നൊരു അനുഭവമാണ്. ദെൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ എന്നിട്ടും പൈസ ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് പ്രൊമോഷനൊക്കെ കിട്ടി, വലിയ ഇതില്ലാണ്ടായപ്പോൾ നമ്മുടെ പ്രതീക്ഷേട്ടൻ വീണ്ടും നമ്മൾക്ക് ഒരു ഗിംബൽ തന്നു. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷേ ഞാൻ ആസ് എ ബ്രദറിനെ പോലെ കണ്ട ഒരാൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല. അപ്പോൾ ഗൈസ്, ബൈ ബൈ.